ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോഴേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലെമൺ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇന്ന് തുടങ്ങി ഒരാഴ്ച നമുക്ക് റൈസ് റെസിപ്പീസ് വീക്കാണ് കേട്ടോ. കാരണം ഓരോ ദിവസവും ഓരോ റൈസ് റെസിപ്പി ആയിട്ടായിരിക്കും ഈ ഒരാഴ്ച ഞാൻ വരാം. എന്തായാലും ഇന്നത്തെ ഈ ഒരു ലെമൺ റൈസ് ഉണ്ടല്ലോ, സാധാ ചെയ്യണ പോലെ ജീര റൈസ് വെച്ചിട്ടല്ല, ബാസ്മതി റൈസ് വെച്ചിട്ടാണ്. ആദ്യം ഈ ഒരു ബാസ്മതി റൈസ് 1 കപ്പും 1/4 കപ്പും കൂടി എടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഈ ഒരു റൈസ് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് 20 മുതൽ 30 മിനിറ്റ് വരെ സോക്ക് ചെയ്യാൻ വെക്കാം. ഞാൻ എന്തായാലും ഒരു 30 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ റൈസ് സോക്ക് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് വേറൊരു പാത്രം എടുത്തിട്ട് ഈ റൈസ് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. അതിലേക്ക് ഉപ്പും കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായി തിളച്ച് വരുമ്പോൾ ബാസ്മതി റൈസ് ചേർത്ത് കൊടുക്കുക. ഇനി അത് വേവ് നോക്കിയതിന് ശേഷം നമുക്കത് ഊറ്റി വയ്ക്കാം. ഊറ്റി വയ്ക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ വെള്ളം വാർന്നു പോകാനായിട്ട് വെക്കാം. ഇനി ഞാൻ ഒരു ലെമൺ അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞ് മാറ്റി വെക്കേണ്ട കേട്ടോ, കുരുവൊക്കെ കളഞ്ഞിട്ട്. അതിനുശേഷം ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് കടുക്, പൊട്ടുകടല, കടലപ്പരിപ്പ് ഇത്രയും ചേർക്കുക ആദ്യം. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ജീരകവും ഉലുവയും ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നടുകെ അരിഞ്ഞ പച്ചമുളക് 2 എണ്ണം, അതുപോലെ തന്നെ വറ്റൽമുളക് 2 എണ്ണം ഇങ്ങനെ പൊട്ടിച്ചിട്ടും ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കപ്പലണ്ടി കുറച്ച് ചേർത്ത് കൊടുക്കണം. കപ്പലണ്ടി നന്നായി ഒന്ന് ചൂടായി വരണവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുക. പിന്നെ വെറുതെ ഒരു പേരിന് വേണ്ടി മാത്രമാണ് കേട്ടോ, ഇത് ഓപ്ഷണലാണ്. കായം ചേർത്ത് കൊടുക്കേണ്ടത്, കായത്തിൻ്റെ പൗഡർ ഉണ്ടല്ലോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ റൈസ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ആ ഒരു കണക്ക് വെച്ചിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ, കൂടി പോരുത്. ഇനി നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒക്കെ കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ആ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ലെമൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടി ഇളക്കി ചേർക്കാം. അവസാനമായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട്. സത്യത്തിൽ എൻ്റെ ഫേവറേറ്റ് റെസിപ്പീസ് ലിസ്റ്റിൽ ഇടം പിടിക്കാത്ത ഒരു ഐറ്റമാണ് ഈ ഒരു ലെമൺ റൈസ് എന്ന് പറയുന്നത്. കാരണം ഞാനിത് പറയാൻ പാടില്ല ഇങ്ങനൊരു വീഡിയോ, കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോൾ, പക്ഷേ ഉള്ളതുപോലെ പറയാനല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. എന്തായാലും എൻ്റെ ഹസ്ബൻഡും കുട്ടികൾക്കും ഇത് ഇഷ്ടമുള്ള കാരണം ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തയക്കാൻ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണല്ലോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ട. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.